ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റോഡ്സ് പോയിട്ട് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമുക്കൊരു സ്പെഷ്യൽ വ്ളോഗാണ്, കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ച്, സ്പെഷ്യൽ മുട്ടക്കറി വിശന്നിട്ട് വയ്യ, സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും നോക്കണ്ട, അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. എന്തോ മഴയായിരുന്നു ചെയ്യുന്നത്, വലിയ ഭയങ്കര മഴയായിരുന്നു രാത്രി. വിഷയം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോ ഏകദേശം 1K അടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ജേർണി അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഇപ്പോൾ കാണാൻ കേട്ടോ. ഇതിനൊക്കെ വേണ്ടത് വെളുത്തുള്ളി. ആദ്യം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, അണ്ടിപ്പരിപ്പ്. നമുക്ക് ആദ്യം അതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതൊന്ന് പൊളിച്ചിട്ട് നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. വെളുത്തുള്ളി തീരെ ചെറുതാണ്, കയ്യിൽ പോലും ഒതുങ്ങി, പൊടിക്കാനും പാടാണ്. നമ്മൾ വെളുത്തുള്ളി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് മല്ലിയില ഇരിപ്പുണ്ട്. പിന്നെ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി ഒന്നെടുത്ത് ചിരണ്ടി ഇതെല്ലാം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഇഞ്ചി ഒന്ന് പീസാക്കിയിടാം. ഇതിനകത്ത് വേണ്ടത് ആദ്യം നമ്മൾ മല്ലിയില ഇടുക ഗൈസ്. പിന്നെ അതുപോലെ വേണ്ട പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പും ഇടുക. നമുക്കിതെല്ലാം കൂടെ വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഫുള്ളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സവാള എടുത്തിട്ടൊന്ന് വഴട്ടുകയാണ്. ഒരുപാട് വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുറച്ച് നേരം അതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്നും വഴട്ടേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തക്കാളി ഇടാവുന്നതാണ്. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് വഴട്ടി, തക്കാളി ആ സവാളയോടൊപ്പം ഒന്ന് ആകുന്നിടം വരെ ഒന്ന് വഴട്ടിയെടുക്കുക.
എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എന്നിട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അതെടുക്കുക. എടുത്തിട്ട് നമ്മളിതിനകത്ത് തട്ടി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കുക. വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ മുട്ട ഇടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉപ്പിടണം. എന്തായാലും ഉപ്പിട്ടിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മുട്ടയും കൂടെ ചേർക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഇട്ട് നമ്മുടെ മുട്ടക്കറി അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വിശന്നിട്ട് വയ്യ, നേരെ പോയി ഫുഡ് അങ്ങോട്ട് കഴിക്കുക. ഇടിയപ്പത്തിനോട്ട് ഒരു ഒറ്റ പിടി ഗൈസ്. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത വീഡിയോ കാണുന്നുണ്ട് വരെ തോട്ട്സ് ഓഫ് വെയിറ്റ് സൈനിങ് ഓഫ് ഗൈസ്.